SIR-ന്മേൽ കോൺഗ്രസ് വിളിച്ചു ചേർത്ത യോഗം ഡൽഹി ഇന്ദിരാഭവനിൽ ആരംഭിച്ചു. കേരളത്തിൽ നിന്ന് PC വിഷ്ണുനാഥാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. BLOമാർക്ക് അധിക സമ്മർദ്ദമെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ BJP-യാണ് സമ്മർദ്ദം ചെലുത്തുന്നതെങ്കിൽ കേരളത്തിൽ അത് ഇടതുപക്ഷമാണ് ചെയ്യുന്നതെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. ഇവിടെ BLOമാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, നിങ്ങൾ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അതിനുള്ള ജോലി സമ്മർദ്ദം, ആ ജോലി സമ്മർദ്ദം കാരണമാണ് അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത പോലെ അധികമായ മറ്റൊരു സമ്മർദ്ദം കൂടിയുണ്ട്. എല്ലായിടത്തും BJP ഇലക്ഷൻ കമ്മീഷൻ വഴി ചെലുത്തുന്ന സമ്മർദ്ദമാണെങ്കിൽ കേരളത്തിൽ അത് CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ സമ്മർദ്ദം കൂടി ഉണ്ടായതുകൊണ്ടാണ് അനീഷ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. കാരണം കോൺഗ്രസിൻ്റെ BLAയെ കൂട്ടാൻ പാടില്ല എന്നാണ് ഈ BLOയ്ക്ക് CPM പ്രാദേശിക നേതാക്കന്മാർ നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇതിപ്പോൾ കേരളത്തിലെ മാത്രം പ്രശ്നമല്ല. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലും ഇത്തരത്തിലൊരു BLOയുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കൂടിയാണ് കോൺഗ്രസിന്റെ യോഗം നടക്കുന്നത്. യോഗം ആരംഭിച്ചോ? ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? എന്തൊക്കെ ധാരണയിൽ എത്തിച്ചേരാനാണ് സാധ്യത? അമൃത, യോഗം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും അധ്യക്ഷതയിലാണ് ഈ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 9 സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് KPCC വർക്കിംഗ് പ്രസിഡന്റ് വിഷ്ണുനാഥ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായി SIR-മേലുള്ള പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതടക്കമുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. കാരണം ബീഹാറിലടക്കം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടിയേറ്റത് SIR അടക്കം നടപ്പിലാക്കിയ ഒരു വിലയിരുത്തൽ തന്നെയാണ് പ്രതിപക്ഷം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനം, കാരണം വരുന്ന അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലടക്കം SIR പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളടക്കം യോഗം ചർച്ച ചെയ്യും. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യവും യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് മനസ്സിലാകുന്നത്. കേരളത്തിൽ ഒരു BLO SIR-ന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. PC വിഷ്ണുനാഥ് യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കും. അത് കൃത്യമായി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഉടൻ തന്നെ KPCC പ്രസിഡന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമെന്നതാണ് PC വിഷ്ണുനാഥ് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ BJP-യാണ് BLOമാർക്ക് സമ്മർദ്ദം നൽകുന്നതെങ്കിൽ പക്ഷേ കേരളത്തിൽ ഈ സമ്മർദ്ദം നൽകുന്നതിന് പിന്നിൽ CPM എന്നതാണ് PC വിഷ്ണുനാഥ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. SIR-നെ ഒരു തരത്തിലും അംഗീകരിക്കുവാൻ സാധിക്കില്ല. ഇത് ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ ജനാധിപത്യത്തിനും വിരുദ്ധമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൃത്യമായ ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. 12 ഇടങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച് PC വിഷ്ണുനാഥാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്.